വളരെ എളുപ്പം വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണിത്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേഷ്യൽ ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് തന്നെയാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെ എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ഇന്ന് ചെയ്യാൻ പോണത് തൈര് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേഷ്യലാണ് കേട്ടോ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ട് തരുന്ന, നല്ല 100% റിസൾട്ട് തരുന്ന കിട്ടുന്ന ഒരു ഫേഷ്യലാണ് ഇത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. എങ്കിലേ ഞാൻ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയന്റ് ആണ് ചേർക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ ഒരു ഫേഷ്യല് ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, എങ്കിലേ നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ഫേസിന് കിട്ടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണിത്. ഓക്കെ, അപ്പം മറക്കണ്ട, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആണ്. ക്ലെൻസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്ത് വരാം, അല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് വരാം. ഓക്കെ, അപ്പൊ ഞാൻ സാധാ വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നതിന് ശേഷമാണ് തൈര് യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ക്ലെൻസിങ്ങിന് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്, കേർഡ്. ഓക്കെ, നമ്മുടെ കട്ട തൈരില്ലേ, അതാണ് കേട്ടോ, മിൽമയുടെ കട്ട തൈര്, അതാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ല അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ ഇത് തരിക. ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേർഡ് കേട്ടോ. കേർഡ് രാവിലെ അതുപോലെ തന്നെ നൈറ്റിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ക്ലൻസ് ചെയ്യാറുണ്ട്. നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുക കേർഡ് യൂസ് ചെയ്ത് ക്ലൻസ് ചെയ്യുമ്പോൾ കേട്ടോ. കേർഡ് യൂസ് ചെയ്ത് മാത്രം ദിവസം ഒന്ന് ക്ലൻസ് ചെയ്ത് നോക്കിയേ, അടിപൊളി റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക നമ്മുടെ ഫേസിന് കേട്ടോ. പിന്നെ നമുക്കിത് വേണമെങ്കിൽ നെക്കിൽ ഭാഗത്തേക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നെക്കിന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിന്റെ ഭാഗത്തൂടെ ചെയ്യാം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള ഒരു ഫേഷ്യലാണ്, എൻ്റെ ഒരു ഫേവറേറ്റ് ഫേഷ്യലാണ് കേട്ടോ ഇത്. തൈര് ഫേഷ്യൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഫേഷ്യലാണ്. ഇത് നമ്മളൊരു 2-3 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ കേർഡ് എന്ന് പറയുന്നത് നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ലതാണ്. ഓക്കെ, പിന്നെ ഓയിലി സ്കിന്നുകാർക്കും നല്ലത് തന്നെയാണ് കേട്ടോ. ഓയിലി സ്കിന്നുകാർക്കും നല്ലതാണ്. മസാജിങ്ങിലാണ് ഇതിന്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിടക്കുന്നത് കേട്ടോ. നമ്മുടെ ഫേസിന്റെ ആ ഒരു റിസൾട്ട് കിടക്കുന്നത് മസാജിങ്ങിലാണ്. നിങ്ങൾ എത്രത്തോളം നല്ലോണം മസാജ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഫേസിന് ആ ഒരു റിസൾട്ട് കിട്ടും. ഓക്കെ, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇനി ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. അപ്പൊ ഞാനിതേ തുടച്ചു. ഓക്കെ, നല്ലൊരു റിസൾട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബാണ്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബാണ്. സ്ക്രബിങ്ങിനായിട്ട് നമുക്ക് വേണ്ടത് തൈരും അതുപോലെ തന്നെ 1 സ്പൂൺ അരിപ്പൊടിയും പിന്നെ അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. ഓക്കെ, ഈ 3 ഐറ്റംസ് ആണ് നമുക്ക് സ്ക്രബിങ്ങിനായിട്ട് വേണ്ടത്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് സ്ക്രബിങ്ങിനായിട്ട് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ 1 സ്പൂൺ തൈരാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഓക്കെ, നൈസായിട്ടുള്ള അരിപ്പൊടി വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. പത്തിരിക്കൊക്കെ പൊടിച്ച പോലത്തെ നൈസായിട്ടുള്ള പൊടി വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് വേണ്ടത് ഒരു ഐറ്റം കൂടെ വേണം. എന്തായിരുന്നു? പഞ്ചസാര. ഓക്കെ, പഞ്ചസാര നിങ്ങൾക്ക് വലിയ തരിയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒന്ന് പൊടിച്ചെടുക്കുക. ചെറിയ തരിയാണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ യൂസ് ചെയ്യാം കേട്ടോ. എടുക്കുന്നുണ്ട്, അതായത് 1 സ്പൂൺ പഞ്ചസാര കേട്ടോ. ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പം 1 സ്പൂൺ കറക്റ്റ് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് 1 സ്പൂൺ തന്നെ മതി നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ അങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാം, അതല്ല സ്പൂൺ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ ഉള്ളത് കൊണ്ട് സ്പൂൺ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, അല്ലേ? ഓക്കെ, ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ,
സ്ക്രബ് ചെയ്യുമ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, സ്കിൻ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട്. മൂക്കിൻ്റെ രണ്ട് സൈഡിലായിട്ടും താഴെ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് പ്ലംബായിട്ടിരിക്കും. അതുപോലെ തന്നെ നല്ല യങ് ആയിട്ടിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ സ്ക്രബിങ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നിട്ട് വേണം വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട്. ഓക്കെ, ഒരു 10 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇത് നമ്മുടെ ഫേസിന്റെ ഈ ഒരു മൂക്കിന്റെ സൈഡിലൊക്കെ ആയിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിന് താഴെയൊക്കെയുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ്, ചുണ്ടിന് താഴെ ഈ എന്താ പറയുക, ഈ താടിയുടെ ഈ ഭാഗത്തൊക്കെ ചിലർക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു സ്ക്രബിങ്. ഓക്കെ, ഇത് മാത്രമായിട്ടും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനിത് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. അപ്പൊ ദേ ഞാൻ വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു റിസൾട്ട് ആണ് കേട്ടോ. ഇൻസ്റ്റന്റ് ആയിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫേസ്. ഇപ്പൊ തന്നെ നല്ല രീതിക്കൊന്ന് ബ്രൈറ്റൻ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് മസാജിങ് ആണ്. ഓക്കെ, മസാജിങ്ങിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ കേർഡും പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഹണിയും ആണ് കേട്ടോ. ഓക്കെ, നല്ല പ്യുവർ ഹണി കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. അപ്പൊ ഞാനിവിടെ ഒരു സ്പൂൺ കേർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂൺ കേർഡാണ് എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഹണി കൂടെ വേണം. അപ്പൊ ഞാൻ ഒരു സ്പൂൺ ഹണി എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കാണാൻ പാകത്തിന് എടുത്തേക്കുന്നത് കേട്ടോ. ഒരു സ്പൂൺ തന്നെ മതി കേട്ടോ, നമുക്ക് ഹണി തോനെയൊന്നും വേണ്ട. ഓക്കെ, അപ്പം ഞാനിതാ ഒരു സ്പൂൺ കേർഡിലേക്ക് ഒരു സ്പൂൺ ഹണി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഹണി നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ടും സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ തരാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കണ്ടില്ലേ? അപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഇത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് രൂപത്തിലാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റൻ ആക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ സ്കിന്ന് നല്ല യങ് ആക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസാജിങ് പാക്കാണിത്. മൂക്കിന്റെ ഈ രണ്ട് സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മള്. ഞാൻ എനിക്കറിയാവുന്ന രീതിയിലാണ് കേട്ടോ മസാജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒത്തിരി നേരമൊന്നും വെക്കണ്ട. ഒരു 2-3 മിനിറ്റ്സ് നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് വന്നിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പാക്കിങ്ങിനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് വേണമെന്നുള്ളത്. പാക്കിങ്ങിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ കേർഡ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് വേണ്ടത്. ഓക്കെ, അരിപ്പൊടി എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ കോഫി പൗഡർ ആണ്. കോഫി പൗഡർ കേട്ടോ. ഓക്കെ, ഒരു സ്പൂൺ കോഫി പൗഡർ ഞാൻ ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ വേണം, ഹണി കേട്ടോ. ഒരു സ്പൂൺ ഹണി കൂടെ ചേർക്കുക. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ ഹണി മിക്സ് ചെയ്തത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അധികമൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് ഞാൻ കളഞ്ഞത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ മസാജിങ്ങിന് എടുത്ത ഹണിയും കേർഡും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള അതിലേക്ക് നിങ്ങൾക്ക് ബാക്കി ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ ഒരു കോഫി പൗഡറും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിതേ ഇവിടെ ഹണി കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു സ്പൂണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് വരും കേട്ടോ. ഇത് ഒരു ക്രീം കൺസിസ്റ്റൻസിയിലായിട്ട് വരും. ഇത് നല്ലൊരു ആന്റി ഏജിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇനി നമ്മളിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ, നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലെ കോഫി പൗഡർ സ്കിന്നിലുള്ള ടാനൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റനിങ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നിങ്ങൾ ഇടുമ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ,
പിന്നെ നമ്മുടെ ഫേസിലുള്ള ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല പോലെ നമ്മുടെ ഫേസ് യങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞു. ഇത് നമുക്കൊരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 25 മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഞാനിതൊരു 20-25 മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. അപ്പം നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ റിസൾട്ട് എന്ന് കാണാം. ഓക്കെ, പറയാനുള്ള കാര്യം, നിങ്ങൾ ഫേസ് പാക്കുകളൊക്കെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാണ്ടിരിക്കുക. ചില പാക്കുകളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പം തയ്യാറാക്കിയിട്ട് അപ്പം യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് നല്ലത്. പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് കയ്യിലും കാലിലും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ദിവസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അതേപോലെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞാൻ ഈ ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഉണ്ടാക്കി അപ്പം തന്നെ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കയ്യിലും കാലിലും ഒക്കെ ഇട്ടങ്ങ് തീർക്കും. ഓക്കെ, പിന്നെ വേണം പിറ്റേന്നത്തേക്ക് വേണമെങ്കിൽ ഞാൻ പിന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ചെറിയ രീതിക്കൊന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. പിന്നെ നല്ലോണം ഡ്രൈ ആവാൻ നിൽക്കരുത്. ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അധികം ഡ്രൈ ആയി അങ്ങ് പോവരുത്. അതിന് മുമ്പേ ചെറിയൊരു ഡ്രൈ ആയി വരുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്ന ആ സമയത്ത് തന്നെ നിങ്ങളത് സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു പാക്ക് വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ട് കാണാം. വാഷ് ഔട്ട് ചെയ്ത് വന്നതാണ് കേട്ടോ. ഓക്കെ, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഗ്ലോ ആൻഡ് സോഫ്റ്റ് ആൻഡ് പ്ലം ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. പക്ഷെ മോയ്സ്ചറൈസറിന്റെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസറിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, വേണം എന്നുള്ളവർക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. ഓക്കെ, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഫേഷ്യൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യൽ ആണ് കേട്ടോ. ചെയ്താൽ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് അത് വെറുതെ ആവില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടും അങ്ങനെ നമ്മുടെ സ്കിന്ന് നല്ല യങ് ആയിട്ട് ഇരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യൽ ആണ് കേട്ടോ ഇത്. ഓക്കെ, ആഴ്ചയിൽ നിങ്ങൾ ഒരു തവണ ചെയ്താൽ മതി. ഈ ഒരു സ്റ്റെപ്പിലൂടെ ഈ ഒരു 4 സ്റ്റെപ്പിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ ഫേസ് പാക്ക് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 3 തവണയായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, എൻ്റെ ഒരു ഫേവറേറ്റ് ഫേസ് പാക്ക് ആണ് കേട്ടോ. ഞാനിത് ആദ്യം പറഞ്ഞ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് ഈ ഒരു 4 സ്റ്റെപ്പ് ഫേഷ്യൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടോ, ഈ ഒരു ഫേഷ്യൽ കൊണ്ട് നമുക്ക് നല്ല കിട്ടില്ല അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അടിപൊളി റിസൾട്ട് ആണ്, കിട്ടില്ലൻ റിസൾട്ട് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.